നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മൗണ്ട് എവറസ്റ്റ് ട്രക്കിംഗ് റൂട്ടുകളുമായി ബന്ധപ്പെട്ട് 20 മില്യൺ കോടി ഡോളറിന്റെ ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയതായ റിപ്പോർട്ടുകൾ. വിനോദസഞ്ചാരികളുടെ ഭക്ഷണത്തിൽ ബോധപൂർവം വിഷം കലർത്തി ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്ന വൻ റാക്കറ്റാണ് പിടിയിലായിരിക്കുന്നത്. ഗൈഡുകൾ, ട്രക്കിംഗ് ഏജന്റുകൾ, ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാർ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഒരു ശൃംഖല ഒരുമിച്ച് പ്രവർത്തിച്ച് അന്താരാഷ്ട്ര യാത്രക്കാരെ മനഃപൂർവ്വം രോഗബാധിതരാക്കുകയും അനാവശ്യമായി അടിയന്തര ഒഴിപ്പിക്കലുകൾ നടത്തുകയും ചെയ്തുവെന്നാണ് അധികൃതർ കണ്ടെത്തിയത്. സംഭവത്തിൽ ട്രക്കിംഗ് കമ്പനി ഉടമകൾ, ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാർ തുടങ്ങി 32 പേർക്കെതിരെയാണ് നേപ്പാൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചില ട്രക്കിംഗ് ഗൈഡുകൾ വിനോദസഞ്ചാരികളുടെ ഭക്ഷണത്തിൽ കൃത്രിമം കാണിക്കുകയും ബേക്കിംഗ് സോഡ പോലെയുള്ള വസ്തുക്കൾ ചേർത്ത് ദഹനനാളത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തതായുമാണ് റിപ്പോർട്ടുകൾ. ഛർദി, ഓക്കാനം, ബലഹീനത എന്നിവയുൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഉയർന്ന ഉയരത്തിലുള്ള അന്തരീക്ഷത്തിൽ മാരകമായേക്കാവുന്ന ഒരു യഥാർത്ഥ അവസ്ഥയായ ആൾട്ടിറ്റ്യൂഡ് സിക്നസുമായി സാമ്യമുള്ളതാണ്. ട്രക്കർമാർ രോഗബാധിതരായി കഴിഞ്ഞാൽ ചിലവേറിയ അടിയന്തര ഹെലികോപ്റ്റർ സഹായം സഞ്ചാരികൾക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നു. പിന്നീട് അവരെ ആശുപത്രികളിലേക്കോ ക്ലിനിക്കുകളിലേക്കോ കൊണ്ടുപോകും. ഇത്തരത്തിൽ സഞ്ചാരികളിൽ നിന്നും അനധികൃതമായി സമ്പാദിച്ച പണം ട്രക്കിംഗ് കമ്പനി ഉടമകളും ഹെലികോപ്റ്റർ ഓപ്പറേറ്റർമാരും ഗൈഡുകളും ചേർന്ന് പങ്കിട്ടിരുന്നു. വിനോദസഞ്ചാരികളെ നിർബന്ധിച്ച് ഹെലികോപ്റ്റർ ആംബുലൻസുകളിൽ കയറ്റുകയും വ്യാജ മെഡിക്കൽ രേഖകളും ഫ്ലൈറ്റ് രേഖകളും ചമച്ച് അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതുമാണ് ഇവരുടെ രീതി. എവറസ്റ്റ് മേഖലയിൽ ഹെലികോപ്റ്റർ ഒഴിപ്പിക്കൽ അത്യാവശ്യവും ചെലവേറിയതുമായ ഒന്നാണ്. പലപ്പോഴും അടിയന്തര സാഹചര്യങ്ങളിൽ ഏക പ്രായോഗിക രക്ഷാമാർഗമായും ഇത് പ്രവർത്തിക്കുന്നു. ഒരൊറ്റ ഒഴിപ്പിക്കലിന് ആയിരക്കണക്കിന് ഡോളർ ചിലവാകും. കൂടാതെ ഇത് പലപ്പോഴും അന്താരാഷ്ട്ര യാത്രാ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുന്നു. കഠിനമായ ഭൂപ്രകൃതിയും പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും കാരണം തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കേണ്ടതിനാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിമുകൾ തത്സമയം പരിശോധിക്കുവാൻ സമയം ലഭിക്കണമെന്നില്ല. അടിയന്തരാവസ്ഥയുടെയും ഉയർന്ന ചെലവിൻ്റെയും ഈ സംയോജനം സൂക്ഷ്മ പരിശോധന കുറയ്ക്കുകയും സിസ്റ്റത്തെ ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. ജനുവരി 1 മുതൽ നടന്ന അന്വേഷണത്തിൽ 3 പ്രമുഖ മൗണ്ടൻ റെസ്ക്യൂ കമ്പനികളിൽ നിന്നായി 6 ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.